2026 ഓഗസ്റ്റ് 3 സമയം ഏതാണ്ട് 12:20 ആകുന്നു. പാലാ നഗരസഭയുടെ മുൻപിൽ നഗരസഭയുടെ പാലാ സ്റ്റേഡിയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സ്റ്റേഡിയത്തിലെല്ലാം നിറയെ വെള്ളം കയറി ഇരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് കൂടിയതാണ് ഇവിടെ കാണുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ലാലം തോട് കര കവിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും മുട്ടി ഗ്രൗണ്ടിലേക്ക് കാണാമല്ലോ. ഇതിന്റെ ഫുട്പാത്താണ് കാണുന്നത്. ഈ ഫുട്പാത്തിലെല്ലാം ഇപ്പോഴും വെള്ളമുണ്ട്. ഫുട്പാത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇതായിരുന്നു, പിന്നെ തിരിച്ച് കയറിയതാണ്. ഈ കഴിഞ്ഞ രാത്രിയിൽ ലാലന്തോട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും മേലിച്ചിലാറിലേക്ക് ലാലം തോട് അഥവാ ലാലന്തോട് ചേരുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. എടപ്പറമ്പിൽ ടെക്സ്റ്റൈൽസിന്റെയും മറ്റും അതുപോലെ പവിത്ര സിൽക്കിന്റെയും ഒക്കെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാലം തോടിന്റെ ലാലം പാലമാണ്. ഏതാണ്ട് ഒരടിയോളം താഴെയാണ് വെള്ളം പാലത്തിൽ നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഐശ്വര്യ ടെക്സ്റ്റൈൽസും ഇവിടുത്തെ മുനിസിപ്പൽ വാഹനങ്ങളും ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇന്നത്തെ പാലായിലെ ഈ ഭാഗത്തെ വെള്ളത്തിന്റെ ലെവൽസ് കാര്യങ്ങളും ഇവിടുത്തെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇന്നലെ കഴിഞ്ഞ അതായത് രാത്രിയിൽ ഉണ്ടായ മഴയിലുണ്ടായ വെള്ളമാണ് ഇപ്പോഴും ഇതിലൂടെ ഒഴുകി വരുന്നത്. ഒരു കലക്കലൊക്കെ കുറവാണ്, ഭയങ്കര കലക്കലൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരം കൂടിയാണ്. അപ്പം ഏതാണേലും ഒരു കാര്യമുള്ളത്, എന്നും പാലായിൽ വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യം നിൽക്കുന്നു. ഇപ്പോഴേ ആകാശം ഒന്ന് മേഘമൊക്കെ മാറി ഒരു തെളിഞ്ഞ കാലാവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് കൂടി ബാക്കി വെള്ളം ഇറങ്ങിക്കോളും. ഏതായാലും നേരിടുന്ന ഭീഷണി എന്ന് പറഞ്ഞത് പാലായുടെ അല്ലെങ്കിൽ നമ്മുടെ മീനച്ചിൽ താലൂക്കിന്റെയും ഇവിടെ നിന്നുള്ള പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ വെള്ളം എല്ലാം ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം കുട്ടനാട് പ്രദേശം മുഴുവനും ഈ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ 3 ദിവസമായിട്ട് ഈ ഒഴുകുന്ന വെള്ളം അങ്ങോട്ട് ഒഴുകിയെത്തി കഴിയുമ്പോൾ പടിഞ്ഞാറൻ മേഖല ഇനി അടുത്ത ദിവസങ്ങൾ വൻ ദുരന്തത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പാലായെ സംബന്ധിച്ചുള്ള ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ അറിയാൻ ലോകമെമ്പാടുമുള്ള പാലാക്കാർക്ക് താല്പര്യമുണ്ടെന്നറിയാം. അതിലേക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാം ഇന്നത്തെ വെള്ളത്തിന്റെ വിവരങ്ങൾ, വെള്ളപ്പൊക്കത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പാലാ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നിന്ന് പാലാ നഗരസഭ 24-ാം വാർഡ് കൊട്ടാരമറ്റത്തെ കൌൺസിലർ ബിജു മാത്യു ആണ്. ഞാനാണ് വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഈ ദൃശ്യങ്ങളിലൂടെ പാലായിലെ ഇന്നത്തെ വെള്ളത്തിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.